ഇന്ന് ഞായറാഴ്ചയായിട്ട് നമുക്ക് കുറച്ച് പഴുത്ത കുരുമുളകൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ നിന്നൊന്നും വീണതാണ് അതൊക്കെ. അത് കഴിഞ്ഞ് നമ്മളിന്ന് വേറൊരു സാധനം പൊട്ടിക്കാൻ പോവാണ്. അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഇരുമ്പമ്പുളിയാണ്. നമുക്ക് 2 ഇരുമ്പമ്പുളി മരം വലുതുണ്ട് കേട്ടോ. അതുമ്മൽ നിറയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. പിന്നെ അതേ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി നമ്മൾ അരിഞ്ഞെടുത്തിട്ട് അത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് അതൊന്ന് മാറ്റിയതിന് ശേഷം അതിൽ ഉപ്പ് പുരട്ടി വയ്ക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വെക്കുക കുറച്ച് നേരം. ഈ സമയം നമുക്ക് ഉലുവയും കായും കൂടി പുറത്ത് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചട്ടി വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇതിലിട്ടിട്ട് ഒരു ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് ചൂടാറിയിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പുളി ചേർക്കുന്നുണ്ട്. പുളി ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഉലുവയും കായും പൊടിച്ചതിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാറിടുന്ന ആൾ നമുക്കൊന്ന് കാണാമല്ലോ. എന്താണ് അച്ചാറിടുന്ന ആൾ. അപ്പോൾ ചേട്ടൻ ഇന്ന് അച്ചാറിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ് വെറുതെ. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അച്ചാർ. നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനപ്പോൾ തന്നെ എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ അച്ചാർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.